ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആരും അധികം ഉണ്ടാക്കി നോക്കാത്ത ഒരു പുതിയ തരം ഉപ്പുമാവിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. നമ്മുടെ സാവലരി ഇല്ലേ, സാബുദാന, അതുകൊണ്ട് ഞാൻ അടിപൊളിയായിട്ടൊരു ഉപ്പുമാവ് നമുക്ക് കേരളത്തിൽ പറ്റുന്ന പലതരം സാധനങ്ങൾ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കണ പോലെ നമുക്ക് സാവലരി കൊണ്ടും ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണത്. അടിപൊളിയായിട്ടുണ്ടാവും. നമുക്ക് വൈകുന്നേരം കുറച്ച് നേരം അത് കുതിർത്ത് വെക്കണം. അപ്പോൾ രാവിലത്തേക്ക് വേണമെങ്കിൽ നമുക്കൊരു 3-4 മണിക്കൂർ കുതിർത്ത് വെക്കണത് എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ രാവിലെ ഉണ്ടാക്കാം. ഒരു 7 മണിക്ക് 8 മണിക്കൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ 4 മണിക്കൊക്കെ വെള്ളത്തിലിടണമല്ലോ. അപ്പോൾ അത് ബുദ്ധിമുട്ടാണെങ്കിൽ വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരണ സമയത്ത് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കുതിർത്ത് വെച്ചാൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് രാത്രിയിലത്തേക്ക് ഒരു ഡിന്നറിന് വേണമെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണത്. നല്ല മുത്തുമണി പോലെ ഉണ്ടാവും, ഒന്നും തൊടാതെ ഇങ്ങനെ ഒലർന്ന് കിടക്കണ പോലുള്ള ഉപ്പുമാവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിൻ്റെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെറിയ സാവനരിയാണ് എനിക്ക് പ്രാവശ്യം കിട്ടിയത്. ചെറിയ മണികളാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് സാവലരി എടുത്തിട്ടുണ്ട്. അത്രയും തന്നെ നമുക്ക് വെള്ളത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ആദ്യം ഞാനിതൊന്ന് കഴുകി കൊണ്ടുവരാം. അപ്പോൾ ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കഴുകേണ്ടതെന്നും കുതിർക്കേണ്ടതെന്നും ഒക്കെ ഞാൻ സാബുദാന കിച്ചടി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിലുണ്ടാവും. ഇത് ചെറിയ സാവലരി ആയതുകൊണ്ടാണ് ഞാൻ 2 മണിക്കൂറേ കുതിർക്കണുള്ളൂ. ഇതിപ്പോൾ രാത്രി ഉണ്ടാക്കാനാണ്. ഇപ്പോൾ വൈകുന്നേരം ഞാനൊരു 6 മണിക്കാണ് ഇത് വെള്ളത്തിലിടുന്നത്. നിങ്ങൾ വലിയ സാവലരി ആണെങ്കിൽ ഒരു 4 മണിക്കൂറോളം കുതിർത്തിയാലും കുഴപ്പമില്ല. സെയിം എമൗണ്ട് തന്നെ വെള്ളം ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ അത് അബ്സോർബ് ചെയ്തോളും. ശരിക്കും ഇത് അബ്സോർബ് ചെയ്തിട്ട് ഇത് കുതിർന്ന് പാകമായിട്ടുണ്ടാവും. വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് ഇതിൽ കുതിരും. ഇനി നമുക്കിതിനെ 2 മണിക്കൂർ വയ്ക്കാം. വലിയ സാവലരി ആണെങ്കിൽ 4 മണിക്കൂർ വയ്ക്കണം. അപ്പോൾ സാവലരിയുടെ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണിത്. അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച സാബുനരി എന്ന് പറയും, സാവലരി എന്ന് പറയും. അത് ഞാൻ വെള്ളം കുറച്ചുണ്ടായിരുന്നു. അതിൽ ചെറിയ സാവലരി ആയിട്ടുണ്ടാന്ന് തോന്നുന്നു വെള്ളം മുഴുവൻ വലിച്ചെടുക്കാഞ്ഞ്. അപ്പോൾ അത് കുറച്ച് ഞാൻ ഊറ്റി കളഞ്ഞു. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത്, പച്ചമുളക്, ഇഞ്ചി, സവോള, നമ്മൾ ഉപ്പുമാവിന് വേണ്ട സാധനങ്ങൾ. ഇനി വറവിനുള്ള സാധനങ്ങളും വെളിച്ചെണ്ണയും കൂടി വേണം, ഉപ്പും വേണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ പാൻ വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കണത്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഏതിലും ഉണ്ടാക്കാം കേട്ടോ, നെയ്യിലുണ്ടാക്കിയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണേ. കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലോണം പൊട്ടുന്നുണ്ട്. അപ്പോൾ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടുകടല വേണമെങ്കിൽ അതിടാം, അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ അതും ഇടാം. ഞാനിത് സാബുദാന കിച്ചടി കാണിച്ചിട്ടുണ്ടായിരുന്നു. കുതിരാൻ വയ്ക്കലും എത്ര സമയം വെക്കണം എന്നുള്ളതൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇതൊക്കെ മൂത്തിട്ട് നല്ലൊരു മണം വരണം. സവോള ബ്രൗൺ ആവുമൊന്നും വേണ്ട, നല്ലോണം ഒന്ന് വാടി കിട്ടിയാൽ മതി. നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലോണം മൂത്ത മണം വരുന്നുണ്ട്. കറിവേപ്പില നല്ലോണം വാടി. നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ റവ ഉപ്പുമാവിനും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്. ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. തീ ഞാനിപ്പോൾ സിമ്മിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർത്ത് വെച്ച സാവലരി ഇട്ട് കൊടുക്കാം.
ഇനി വെള്ളം ഒന്നും ഒഴിക്കണ്ട. തീ ഒരു സിമ്മിലേക്ക് ആക്കി വെച്ചിട്ട് നമുക്ക് ഇതിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം ഉപ്പ് എല്ലായിടത്തും ആവണ പോലെ ഇളക്കി കൊടുക്കുക. ഒരു 4 മണിക്കൂറൊക്കെ കുതിരുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. ഞാനിന്ന് എനിക്ക് വൈകുന്നേരം ആയപ്പോഴാണ് ഓർമ്മ ഉണ്ടായത് ഇത് ഉണ്ടാക്കാൻ രാത്രിയിൽ നിന്ന്. അപ്പോൾ തന്നെ വെള്ളത്തിലിട്ട് നോക്കിയതാണ്. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവുന്ന വരെ ഇതിങ്ങനെ പേള് പോലെ വെന്ത് വരും. ആ സമയം വരെ നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. തീ എപ്പോഴും സിമ്മിലേക്ക് ഇട്ട് വയ്ക്കണം, കരിഞ്ഞു പോകാൻ ഇടയുണ്ടാവും. ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു അടിയിലുള്ളത് വെന്തിട്ട് മുകളിൽ വേവാതെ വരും. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചാൽ മതി. അതേ കുറേയൊക്കെ വെന്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതെല്ലാം നല്ല മുത്തുമണി പോലെ വന്നിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് കുതിർന്നത് കുറച്ച് സമയം കുറവായതുകൊണ്ട് എനിക്ക് കുറച്ചധികം നേരം വെക്കേണ്ടി വന്നു. നിങ്ങൾ എന്തായാലും കുതിർക്കുമ്പോൾ ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്തക്ക വിധത്തിലിട്ടോളൂ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അതിന് ശേഷം കുറച്ച് തേങ്ങ ചിരകിയിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ അരി ഉപ്മാവൊക്കെ കഴിക്കില്ലേ, അതുപോലെ ഉണ്ടാവും ഇത് കഴിച്ചാൽ. പൊടിയരി കൊണ്ട് നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ 4 മണിക്ക് കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴോ അല്ലെങ്കിൽ രാത്രിയിലത്തെ ഫുഡിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. രാവിലത്തേക്ക് നമുക്ക് കുതിർക്കുക എന്ന് പറഞ്ഞാൽ ഒരു 4 മണിക്കൂർ കുതിരണമെങ്കിൽ രാവിലത്തേക്ക് നമുക്ക് കുതിർക്കാൻ പറ്റില്ലല്ലോ. രാത്രി ഇട്ടാൽ കുറേ അധികം നേരം കുതിർന്നു പോകും. അപ്പോൾ ചിലപ്പോൾ ഇതുപോലെ അല്ല, ചിലപ്പോൾ നല്ലോണം വെന്ത് പോകും. അതുകൊണ്ട് നിങ്ങൾ വൈകുന്നേരത്തെ 4 മണിക്കത്തേക്കോ അല്ലെങ്കിൽ രാത്രിയിലത്തേക്കോ ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ ഉപ്മാവ് റെഡിയായി. എല്ലാവരും വീഡിയോ കണ്ടല്ലോ. നമുക്ക് മറ്റേ ഉപ്മാവുകളൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്മാവാണ്. ഈ സാവലരി കുറച്ച് നേരം കുതിർത്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൊരു വ്യത്യാസം. മറ്റേ ഉപ്മാവൊക്കെ നമുക്ക് പെട്ടെന്ന് റവയോ ഗോതമ്പരിയോ അരിയോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് പെട്ടെന്ന് ഉപ്മാവ് ഉണ്ടാക്കാം. പക്ഷേ സാവലരി ആകുമ്പോൾ കുറച്ച് നേരം കുതിർത്ത് വെക്കണം. അതുകൊണ്ടാണ് അതിന് കുറച്ചൊരു താമസം വരുന്നത്. വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന പോലെയാണ്. കുക്കിംഗ് അറിയാത്തവർക്കും നമുക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോടൊപ്പം ഒന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരണ വരെ ബൈ.